ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. സവിശേഷ ദുരന്ത പ്രഖ്യാപനം ദുരന്തമായി, നഷ്ടപരിഹാരത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തിരുവനന്തപുരം വന്യജീവി ആക്രമണത്തിലെ മരണം സവിശേഷ ദുരന്തം എന്ന വിഭാഗത്തിൽപ്പെടുത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രഖ്യാപനം വന്ന് 9 മാസം പിന്നിട്ടിട്ടും തുടർ നടപടിയില്ല. ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം ഇതോടെ അനിശ്ചിതത്വത്തിലായി. മാർച്ച് 7 പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി നഷ്ടപരിഹാരം സംബന്ധിച്ച് അതോറിറ്റി മാനദണ്ഡം തീരുമാനിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ലെന്നതാണ് പ്രതിസന്ധി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ വില്ലേജ്, താലൂക്ക്, കലക്ടറേറ്റ് ഓഫീസുകളിൽ അപേക്ഷ നൽകാമെന്നാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഇതു സംബന്ധിച്ച് മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ വകുപ്പ് തന്നെ പറയുന്നു. പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ഈ നിധിയിൽ നിന്നും നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച തീരുമാനവും വൈകുകയാണ്. 18 സംസ്ഥാനങ്ങളും ചില കേന്ദ്രഭരണ പ്രദേശങ്ങളും പാമ്പുകടിയേറ്റുള്ള മരണം സവിശേഷ ദുരന്തത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ 2022 തന്നെ ചീഫ് സെക്രട്ടറിയോട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചെങ്കിലും തീരുമാനമുണ്ടായില്ല. 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 940 പേരിൽ 600 പേരുടെയും മരണം പാമ്പുകടിയേറ്റാണെന്നാണ് വനം വകുപ്പിന്റെ കണക്ക്. വനത്തിനു പുറത്ത് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ സമാശ്വാസ സഹായം മാത്രമാണ് വനം വകുപ്പ് നൽകുന്നത്. പാമ്പുകടിയേറ്റുള്ള മരണം വന്യജീവി സംഘർഷത്തിന്റെ പരിധിയിൽപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്നും കടന്നൽ, തേനീച്ച ആക്രമണത്തിനിരയായവർക്ക് ധനസഹായം അനുവദിക്കുന്നുണ്ടെന്നും ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. ഗഗൻയാൻ റോക്കറ്റ് കൂട്ടിച്ചേർക്കൽ തുടങ്ങി, പൂർത്തിയാകാൻ 40 ദിവസം. തിരുവനന്തപുരം ഗഗൻയാൻ വഴി മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യത്തിനുള്ള റോക്കറ്റ് കൂട്ടിച്ചേർക്കൽ ജോലികൾക്ക് തുടക്കമായി. ആളില്ലാത്ത ആദ്യ ഗഗൻയാൻ ദൗത്യത്തിലാകും G1 ഈ റോക്കറ്റിന്റെ പരീക്ഷണം നടത്തുക. വിവിധ ഘടകങ്ങളായി നിർമ്മിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ SSC എത്തിച്ച റോക്കറ്റ് പൂർണ്ണരൂപത്തിലാക്കുന്ന ജോലികൾ തുടങ്ങുന്നത് ദൗത്യത്തിന്റെ വിളംബരമായാണ് കണക്കാക്കുന്നത്. 2025 ജനുവരിയിൽ വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന G1 ദൗത്യം ഫെബ്രുവരിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാവിലെ 8:45 SSCയിൽ ഹ്യൂമൻ റേറ്റഡ് കര ഇന്ധന മോട്ടറിന്റെ S200 നോസിലിലേക്ക് അനുബന്ധ ഘടകം കൂട്ടിച്ചേർത്താണ് ഔദ്യോഗികമായി റോക്കറ്റ് നിർമ്മാണ ജോലികൾ തുടങ്ങിയത്. 30 മുതൽ 40 വരെ ദിവസം കൊണ്ട് റോക്കറ്റ് പൂർണ്ണരൂപത്തിലാകും. ഹ്യൂമൻ റേറ്റഡ് HLV-M3, ഗഗൻയാൻ 1, ഓർബിറ്റൽ മിഷൻ -1, HLV-M3, G1, OM-1 എന്നാണ് ഈ ദൗത്യം ഔദ്യോഗികമായി അറിയപ്പെടുക. മുംബൈയിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചു, യാത്രാബോട്ട് കടലിൽ മുങ്ങി, 13 മരണം. മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ് ദ്വീപിലേക്ക് യാത്രക്കാരുമായി പോയ ഫെറി ബോട്ട് കടലിൽ മുങ്ങി, 13 മരണം. 101 പേരെ രക്ഷിച്ചു. നാവികസേനയുടെ സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ട് യാത്രാബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4-നാണ് അപകടം. വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ് ദ്വീപിലേക്ക് പുറപ്പെട്ട നീൽക്കമല എന്ന ബോട്ടാണ് മുങ്ങിയത്. നവി മുംബൈയിലെ ഉറാന് സമീപമാണ് അപകടം. സ്പീഡ് ബോട്ടിൽ പുതിയ എഞ്ചിൻ വെച്ചതിനു ശേഷമുള്ള പരീക്ഷണയാത്രയ്ക്കിടെ വേഗം നിയന്ത്രിക്കാനാകാതെയാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ ഒരു നാവികസേനാംഗവും എഞ്ചിൻ നിർമ്മിച്ച കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥരുമുണ്ട്. ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി 11 നാവികസേനാ ബോട്ടുകൾ, 3 മറൈൻ പോലീസ് ബോട്ടുകൾ, 4 ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. 4 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടിക്കറ്റ് നൽകാത്തതിനാലെ യാത്രാബോട്ടിലുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച് അവ്യക്തതയുണ്ട്. SDRFൽ മിച്ചം 61.03 കോടി രൂപ മാത്രം. ഹൈക്കോടതിയിൽ AG കൊച്ചി നിലവിൽ സംസ്ഥാനത്തിന്റെ ദുരന്ത പ്രതികരണ നിധിയിൽ SDRF 61.03 കോടി രൂപ മാത്രമാണുള്ളതെന്നു ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ AG K ഗോപാലകൃഷ്ണ കുറുപ്പ് അറിയിച്ചു. ഡിസംബർ 10 കണക്കുപ്രകാരം SDRFിലുള്ള 700.5 കോടി രൂപയാണ്. ഇതിൽ 638.97 കോടി രൂപ ഇതുവരെയുള്ള ചെലവുകൾക്ക് നൽകാനുള്ളതാണ്. ബാക്കി 61.03 കോടി രൂപയാണുള്ളത്. പ്രകൃതി ദുരന്തത്തിൽ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 152.09 കോടി രൂപ ഭരണാനുമതി നൽകി. 14 ജില്ലകളിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയതിന് 240.69 കോടി രൂപ നൽകാനുണ്ട്. മറ്റു വകുപ്പുകൾക്ക് 26.48 കോടി രൂപയും മേപ്പാടിയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 78.1 കോടി രൂപയും നൽകാനുണ്ട്. തുടർന്നാണ് ബാക്കിയുള്ള തുക 61.03 കോടി രൂപയാണെന്ന് അറിയിച്ചത്. 2021 മെയ് വരെയുള്ള കുടിശ്ശിക ഒഴിവാക്കിയാൽ കിട്ടുന്ന 120 കോടി രൂപ അടിയന്തര ആവശ്യങ്ങൾക്കു വിനിയോഗിക്കാനാവും. ഈ തുക ചെലവഴിക്കാനും വ്യവസ്ഥകളിൽ ഇളവ് നൽകാനുമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. തുടർന്ന് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ ഹൈക്കോടതിയെ അറിയിച്ചു. ആവശ്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കഥയക്കുമെന്നും AG അറിയിച്ചു. ഇതിന്റെ പകർപ്പും ഹാജരാക്കി. ഇത് ഉടൻ തന്നെ അയക്കാൻ കോടതി നിർദ്ദേശം നൽകി. പ്രിയങ്കയുടെ തണ്ണിമത്തൻ ബാഗ്, സുഹൃത്തിന്റെ സമ്മാനം. ബംഗ്ലാദേശ് ബാഗ് രൂപപ്പെട്ടത് എങ്ങനെ?
പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പാർലമെന്റിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി കൊണ്ടുവന്ന തണ്ണിമത്തൻ ബാഗ് സുഹൃത്തിന്റെ സ്നേഹസമ്മാനം. പ്രിയങ്കയുടെ ഓഫീസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ ബാഗ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും ചർച്ചയായിരുന്നു. തുടർന്ന് പ്രിയങ്ക രണ്ടാം ദിവസം ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം അറിയിച്ച് പുതിയ ബാഗുമായെത്തി. ബംഗ്ലാദേശ് ബാഗിന്റെ ആശയത്തിനു പിന്നിൽ പ്രിയങ്കയാണ്. പ്രിയങ്കയുടെ നിർദ്ദേശപ്രകാരം കൈമാറിയ ഡിസൈൻ പ്രിന്റ് എടുക്കുകയായിരുന്നുവെന്ന് ഓഫീസ് അറിയിച്ചു. പ്രിയങ്കയുടെ പലസ്തീൻ, ബംഗ്ലാദേശ് ഐക്യദാർഢ്യ ബാഗുകൾക്കു പിന്നിലെ ബുദ്ധികേന്ദ്രമാരാണ് എന്ന ചോദ്യത്തിനു മുതിർന്ന എംപിമാർക്ക് പോലും ഉത്തരമില്ലായിരുന്നു. ചോദ്യം കേട്ട പലരും അയ്യോ അതേപ്പറ്റി അറിയില്ലെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്കറിയില്ല, പ്രിയങ്കാജി ബാഗുമായി എത്തിയപ്പോഴാണ് വേറിട്ട പ്രതിഷേധം അറിയുന്നത് എന്നായിരുന്നു പല എംപിമാരുടെയും ഉത്തരം. ഡൽഹിയിൽ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കും ബാഗ് സംബന്ധിച്ച് ധാരണയില്ലായിരുന്നു. ആദ്യ ദിവസം പാർലമെന്റിൽ പലസ്തീൻ ബാഗുമായി പ്രിയങ്ക എത്തിയതിനു പിന്നാലെ രണ്ടാം ദിവസം പാർട്ടി നിർദ്ദേശപ്രകാരം എംപിമാർ ഒന്നാകെ ബംഗ്ലാദേശ് ബാഗ് ധരിക്കുകയായിരുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. പറഞ്ഞു. പ്രിയങ്കയുടെ ആശയമാണ് ബാഗിനു പിന്നിലെന്നും ഇതെല്ലാം നോക്കാനായി ടീമുണ്ടെന്നുമായിരുന്നു ഹൈബി ഈഡന്റെ മറുപടി. കലാകാരനായ മകൻ റെയ്ഹാൻ വാദ്ര പ്രിയങ്കയെ സഹായിച്ചെന്നും വിവരമുണ്ട്. എന്നാൽ മകന്റെ ഇടപെടലുണ്ടോ എന്ന് അറിയില്ലെന്നും പ്രിയങ്കയുടെ മാത്രം ആശയമാണ് ഇതെന്നും ഓഫീസ് അറിയിച്ചു. പലസ്തീൻ എന്നെഴുതിയ തണ്ണിമത്തൻ ചിത്രമുള്ള ബാഗുമായാണ് പ്രിയങ്ക ആദ്യമെത്തിയത്. പ്രിയങ്കയുടെ ഈ നീക്കത്തിനെതിരെ ബി.ജെ.പി. രൂക്ഷവിമർശനവുമായി രംഗത്തെത്തി. ഇഷ്ടമുള്ളത് ധരിക്കുമെന്ന് പറഞ്ഞ പ്രിയങ്ക, താൻ എന്താണ് ധരിക്കുക എന്നത് താനല്ലാതെ വേറെ ആരാണ് തീരുമാനിക്കുക എന്നും ചോദിച്ചു. എന്ത് ധരിക്കരുതെന്നും ധരിക്കണമെന്നും പറയുന്നത് പുരുഷാധിപത്യമാണെന്നും പറഞ്ഞു. ബംഗ്ലാദേശിൽ അതിക്രമം നേരിടുന്ന ന്യൂനപക്ഷ ജനവിഭാഗത്തിനു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പ്രിയങ്കയുടെ രണ്ടാം ദിവസത്തെ വരവ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊപ്പം എന്നെഴുതിയ ബാഗാണ് പ്രിയങ്കയുടെ കയ്യിലുണ്ടായിരുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കന് റോഡിലൂടെ വലിച്ചിഴച്ച സംഭവം, ഒളിവിലായിരുന്ന പ്രതികൾ പിടിയിൽ. വയനാട് കൂടൽകടവിൽ ആദിവാസിയായ മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചിഴച്ച കേസിൽ ഒളിവിൽ പോയ 2 പ്രതികൾ പിടിയിൽ. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പിടിയിലായത്. കേസിൽ 2 പേര് നേരത്തെ പിടികൂടിയിരുന്നു. പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് ആഷാദ്, അഭിരാം എന്നിവരാണ് നേരത്തെ കേസിൽ പിടിയിലായിരുന്നത്. ഒളിവിലായിരുന്ന പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇവർക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. വിവിധ സ്ക്വാഡുകളായി പോലീസ് ഇവർക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. നേരത്തെ പിടിയിലായിരുന്ന പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ ഈ മാസം 26 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരും വഴിയാണ് ഇവർ പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മാനന്തവാടി പനമരം പുഴകൾ ചേരുന്ന കൂടൽകടവ് പ്രദേശത്ത് വെച്ച് അക്രമി സംഘം മാദനെ കാറിനൊപ്പം വലിച്ചുവെച്ചത്. പരിക്കേറ്റ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് മാദൻ. വയനാട് മാനന്തവാടി കൂടൽകടവിലാണ് ആദിവാസി യുവാവ് മാദനെ റോഡിലൂടെ വലിച്ചിഴച്ച ക്രൂരത അരയങ്ങിയത്. വിനോദസഞ്ചാരികളാണ് കാറിൽ കൈചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും മാദന് സാരമായി പരിക്കേറ്റു. പ്രതികൾ ലഹരി ഉപയോഗിച്ചതായി സംശയമുണ്ടെന്ന് മാദൻ പ്രതികരിച്ചു. കൂടൽകടവ് പ്രദേശത്ത് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഒരു മുൻ പരിചയവുമില്ലാത്തവരാണ് ആക്രമിച്ചതെന്നും ഈ സംഘം കൂടൽകടവിന് താഴ്ഭാഗത്തും പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നുവെന്നും മാദൻ പറഞ്ഞിരുന്നു. ഗർഭാശയകള ക്യാൻസർ പരിശോധന ഇന്ന് കോടഞ്ചേരി ഇന്ന് 2024 ഡിസംബർ 19 വ്യാഴം കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗർഭാശയകള ക്യാൻസർ പരിശോധന രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കോപ്പി ടിക്കറ്റ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ലൈസൻസ് ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്നവരും അത് വാങ്ങുന്നവരും ഇക്കാര്യം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. കോഴിക്കോട് ക്രിസ്മസ് പുതുവത്സരാഘോഷം അടുത്തെത്തിയിരിക്കെ വിപണിയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മായമില്ലെന്ന് ഉറപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 5 സ്പെഷ്യൽ സ്ക്വാഡുകളായി 16 മുതൽ 13 റീജിയണലുകളിൽ പരിശോധന ആരംഭിക്കും. വീടുകൾ കേന്ദ്രീകരിച്ച് കേക്കും മറ്റ് ഭക്ഷ്യവസ്തുക്കളും നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതിന് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമപ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വീടുകൾ കേന്ദ്രീകരിച്ച് ലൈസൻസില്ലാതെയും കേടുകൂടാതെ സൂക്ഷിക്കാൻ മായം കലർത്തിയും കേക്കും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വിപണിയിലെത്തുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന കർശനമാക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം, സംഭരണം, വിതരണം എന്നിവ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും. സൗന്ദര്യവൽക്കരണം സ്വാഗത സമിതി രൂപീകരണ യോഗം ചേർന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്ങാടികളിൽ സൗന്ദര്യവൽക്കരണം സ്വാഗത സമിതി രൂപീകരണ യോഗം ചേർന്നു. തിരുവമ്പാടി നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ ആദ്യഘട്ടമെന്ന നിലയിൽ പുല്ലൂരാമ്പാറ അങ്ങാടി സൗന്ദര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു അമ്പലത്തിങ്കൽ, ഗ്രാമപഞ്ചായത്തംഗങ്ങളായ മേഴ്സി പുളിക്കാട്ട്, കെ.ഡി. ആന്റണി, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ അഷറഫലി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബൈജു തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ പി, അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശരണ്യ, സാജൻ എൻ.എസ്, നജ്മ ഇക്ബാൽ, പൊതുപ്രവർത്തകരായ ടി.ജെ. കുര്യാച്ചൻ, ഷിജു ചെമ്പനാണി, വ്യാപാര വ്യവസായി പ്രസിഡന്റ് ജെയ്സൺ മൺകൊമ്പിൽ, ജംഷീർ, ഷിഹാബ്, ജോമോൻ, സി.ബി. പ്രസംഗിച്ചു.
പഴയ 5 രൂപ നാണയങ്ങൾ റിസർവ് ബാങ്ക് പിൻവലിച്ചേക്കും. ന്യൂഡൽഹി. ലോഹനിർമ്മിതമായ പഴയ 5 രൂപ നാണയങ്ങൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് ആലോചന. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കെയാണ് ബാങ്ക് അധികൃതർ എന്നാണ് റിപ്പോർട്ട്. ഈ നാണയങ്ങൾ വ്യാപകമായി ബംഗ്ലാദേശിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ പിൻവലിക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നതെന്നും അറിയുന്നു. ബംഗ്ലാദേശിലെത്തിക്കുന്ന നാണയങ്ങൾ ഉരുക്കി റേസർ ബ്ലേഡുകളായി രൂപമാറ്റം വരുത്തുകയാണ്. ഒറ്റ നാണയം കൊണ്ട് ഇത്തരത്തിൽ 6 ബ്ലേഡുകൾ വരെ നിർമ്മിക്കുന്നു. ഒരു ബ്ലേഡ് 2 രൂപയ്ക്ക് വിറ്റാൽ പോലും 12 രൂപ ലഭിക്കും. 5 രൂപയുടെ നാണയം കൊണ്ട് ഇരട്ടിയിൽ കൂടുതൽ ലാഭം ഇതുവഴി ലഭിക്കുന്നു. നാണയ കള്ളക്കടത്ത് വ്യാപകമായി നടക്കുന്നതിനാൽ ഇവയുടെ ലഭ്യതയും രാജ്യത്ത് ഗണ്യമായി കുറഞ്ഞു. 5 രൂപയുടെ 2 നാണയങ്ങളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഒന്ന് പിച്ചള കൊണ്ട് നിർമ്മിച്ചതും രണ്ടാമത്തേത് കട്ടിയുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ചതും. കട്ടിയുള്ള നാണയങ്ങൾ ഗണ്യമായി കുറഞ്ഞതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അവ ബംഗ്ലാദേശിലേക്ക് കടത്തുന്നതിന്റെ നിർണായക വിവരങ്ങൾ റിസർവ് ബാങ്കിന് ലഭിച്ചത്. ഇതോടെ ഇവ കൂടുതലായി പുറത്തിറക്കുന്നത് ബാങ്ക് നിർത്തുകയും ചെയ്തു. നാണയ ലോഹത്തിന്റെ ഓഹരി മൂല്യം അതിന്റെ പണമൂല്യത്തെ മറികടക്കുന്നു എന്ന കാരണവും ഇവയുടെ ഉത്പാദനം നിർത്താനിടയാക്കി. റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം ഇങ്ങനെ ചെയ്യാൻ കഴിയും. എന്നാൽ ഇവ പൂർണ്ണമായും വിപണിയിൽ നിന്ന് പിൻവലിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകണം. ഇപ്പോൾ പിച്ചള നാണയങ്ങളാണ് കൂടുതലായി വിപണിയിലുള്ളത്. നാണയ കള്ളക്കടത്ത് അറിഞ്ഞപ്പോൾ തന്നെ അധികൃതർ നാണയത്തിന്റെ രൂപത്തിലും ലോഹത്തിന്റെ അംശത്തിലും മാറ്റം വരുത്തി പുതിയ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. വില കുറഞ്ഞ മൂലകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇവയ്ക്ക് മുൻ പതിപ്പിനേക്കാൾ കനം കുറവാണ്. ഇത് ഉപയോഗിച്ച് റേസർ ബ്ലേഡുകൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിലയിരുത്തൽ. പുതിയ നാണയങ്ങൾ തുടരും. നാണയകള്ളക്കടത്തിന് പിന്നിൽ വൻ മാഫിയ രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് 1 മുതൽ 20 രൂപ വരെയുള്ള നാണയങ്ങളാണ് പ്രചാരത്തിലുള്ളത്. 30, 50 രൂപയുടെ നാണയങ്ങൾ അടുത്തിടെ പുറത്തിറക്കിയെങ്കിലും അവ വിനിമയത്തിനായി പ്രചാരത്തിൽ വന്നിട്ടുമില്ല. 4 ദിവസമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. നന്നാക്കാൻ നടപടിയായില്ല. നെല്ലിപ്പൊയിൽ. കോടഞ്ചേരി കക്കാടംപൊയിൽ മലയോര ഹൈവേയിൽ നെല്ലിപ്പൊയിൽ സെന്റ് ജോൺസ് ഹൈസ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 4 ദിവസം മുൻപ് പൊട്ടിയതാണ് പൈപ്പ്. സമീപവാസികൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചെങ്കിലും പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല. കോടഞ്ചേരി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സമയത്താണ് ഇതുപോലെ കുടിവെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെയാണ് 4 ദിവസമായി ഒഴുകുന്നത്. പ്രദേശവാസികൾ വെള്ളം യാത്രക്കാരുടെ മേൽ വീഴുന്നത് ഒഴിവാക്കാനായി ചാക്കും തുണികളും ഉപയോഗിച്ച് മറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും റോഡിലൂടെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇതേ സ്ഥലത്ത് ഒന്നിലധികം സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിട്ടുള്ളതായും പ്രദേശവാസികൾ പറയുന്നു. നെല്ലിപ്പൊയിൽ ഹൈസ്കൂളിന് മുന്നിൽ വാഹനം കാത്തു നിൽക്കുന്ന കുട്ടികൾക്കും സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അടിയന്തരമായി പൈപ്പ് നന്നാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.